ഹലോ ഗൈസ്, ഇവന്മാർ ഈ പോക്ക് ഇങ്ങോട്ടെന്ന് വെച്ചാൽ വയനാട്ടിലെ സ്പെഷ്യലായ പോത്തുംകാല് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന തർക്കം എന്ന് വെച്ചാൽ ആരെ ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഡിസ്കഷൻ കഴിഞ്ഞ ഒരു തീരുമാനത്തിലെത്തി. ബില്ല് ഷെഫി പേ ചെയ്തായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഒടുക്കത്തൊരു കോമഡി. ബില്ല് പേ ചെയ്യാൻ ഞാൻ ബില്ലാതനോ. പിന്നെ അവൻ്റെ കുറച്ച് ചളി കേട്ടാലും കുഴപ്പമില്ല, നമുക്ക് പോത്തുംകാല് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പോത്തുംകാല് എത്തി ഗൈസ്. ഒരു രക്ഷയില്ലായിരുന്നു. എന്താ പറയുക, ഒരു മറ്റേ വോൾക്കാനൊക്കെ കൊണ്ടുവച്ച കണക്ക് ഉണ്ടായിരുന്നു. ഫുള്ള് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എവിടെ തുടങ്ങുന്നു കൊണ്ടിരുന്നപ്പോഴാണ് അണ്ണൻ മറ്റേ കത്രികയായിട്ട് ഇത് വെട്ടിപ്പിരുത്താണ്. അണ്ണനാണെങ്കിൽ നിർത്തണമില്ല. അണ്ണൻ പോത്തുംകാലിൻ്റെ അടുത്ത് എന്തോ ദേഷ്യമുള്ളതാണ് കാണുന്നത്. ഇയാൾ ഇതൊന്നും അവസാനിപ്പിച്ച് വേണം നമുക്ക് ഇതിൽ നിന്ന് ഒരു രക്ഷണം എടുത്ത് വയ്ക്കുക. സ്മെല്ലടിച്ചിട്ടാണ് ഈ കൺട്രോൾ കിട്ടുന്നത്. ക്ഷമിയാണെങ്കിൽ കുറേ നേരം കൈയൊക്കെ എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി. അവസാനം എന്തായാലും കിട്ടി ഗൈസ്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ അവസാനം പുള്ളി ഒരു കോലുമായിട്ട് വന്ന് അതിൻ്റെ അകത്തിരുന്ന ഫുൾ സാധനം നല്ല മജയിലും മജ. അങ്ങനെ എന്തെങ്കിലല്ലേ ഇനി പറയണേ, എന്താ മജ്ജേ ആ സംഭവം എടുത്തിട്ടു. പുള്ളിയുടെ ഊർജ്ജസും തേജസ്സും എല്ലാം എടുത്തിട്ട് ആ പോത്തുംകാലിനെ സമാധിയാക്കി ഗൈസ്. അപ്പോഴും ക്ഷമിക്ക് ഒറ്റ ചിന്തയുള്ളൂ, ഇത് ആദ്യം എടുക്കും. അല്ല, പുള്ളി തന്നെയാണ് എടുക്കാൻ പോകണമെന്ന് എല്ലാവർക്കും അറിയാം. ഞാനും അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞങ്ങളിത് അൽബർഷ ജീസിയറിൽ നിന്നാണ് കഴിച്ചത്. വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് ഹാപ്പിയാണ് ഗൈസ്. ഞങ്ങളിതാ ഞങ്ങളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ബൈ.